Hello dear students, welcome back. Myself Fawaz MP from Universal Institute, Kottakkal. ഈ 2025 ജനുവരിയിൽ നടന്ന JEE മെയിൻ്റെ സെഷൻ 1-ൽ നിന്നുള്ള ഫിസിക്സ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നമ്മൾ ഈ വീഡിയോയിൽ ആറ്റംസ് ആൻഡ് ന്യൂക്ലിയൈ രണ്ട് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. രണ്ട് ചാപ്റ്ററിനും കൂടെ വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുള്ളൂ. ഇപ്പോൾ കമ്പയർ ടു ഡ്യുവൽ നേച്ചർ, ഇപ്പം ഡ്യുവൽ നേച്ചർ എന്ന് പറയുന്നതൊക്കെ റിലേറ്റീവ്ലി ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. ആറ്റംസും ന്യൂക്ലിയൈ ഒക്കെ മോഡേൺ ഫിസിക്സിലെ ചെറിയ ചാപ്റ്റേഴ്സ് ആണ്. സോ ഡ്യുവൽ നേച്ചറായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ആറ്റംസും ന്യൂക്ലിയയും കൂടെ കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ പോലും ഡ്യുവൽ നേച്ചറിൻ്റെ അത്രയും ക്വസ്റ്റ്യൻസ് വന്നിട്ടില്ല. സോ ഏതായാലും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അറ്റോമിക് ഫിസിക്സ് എന്നാണ് സാധാരണ നമ്മളതിന് പറയാറുള്ളത്. സോ ചാപ്റ്റർ ബേസിക്കലി ആറ്റംസ് ആണ്. സോ സ്റ്റാർട്ടിംഗ് വിത്ത് ക്വസ്റ്റ്യൻ നമ്പർ 1, 24th January ഷിഫ്റ്റ് 1-ലെ ക്വസ്റ്റ്യൻ ആണ്. ഡ്യൂറിംഗ് ദ ട്രാൻസിഷൻ ഓഫ് ഇലക്ട്രോൺ ഫ്രം സ്റ്റേറ്റ് എ ടു സ്റ്റേറ്റ് സി, എയിൽ നിന്ന് സിയിലേക്ക് ട്രാൻസിഷൻ നടക്കുമ്പോൾ ബോർ ആറ്റം, ദ വേവ് ലെങ്ത് ഓഫ് എമിറ്റഡ് റേഡിയേഷൻ ഇസ് 2000 ആങ്സ്ട്രോം ആൻഡ് ബിക്കം 6000 ആങ്സ്ട്രോം വെൻ ഇലക്ട്രോൺ ജംപ്സ് ഫ്രം ദ സ്റ്റേറ്റ് ബി ടു സി. ബിയിൽ നിന്ന് സിയിലേക്ക് ജമ്പ് ചെയ്യുമ്പോൾ ആ വേവ് ലെങ്ത് 6000 ആങ്സ്ട്രോം ആകുന്നു. Then the wavelength of radiation emitted during the transition of electrons from state A to state state A to state B. Okay, so Rydberg formula use ചെയ്ത് കഴിഞ്ഞാൽ wavelength 1 by lambda is equal to Rydberg constant into 1 by n1 square minus 1 by n2 square. ഇതാണ് നമ്മുടെ ഫോർമുല. ഓക്കെ, സോ അതിൽ ആദ്യം ഫസ്റ്റ് കേസിന് ഞാൻ ലാംഡ 1 എന്ന് എടുക്കുന്നു. നമുക്ക് 1 by lambda 1 is equal to r into 1 by ആദ്യം പറഞ്ഞിരിക്കുന്നത് എ ടു സി ആണ്. സോ നമ്മളത് ആദ്യം കൺസിഡർ ചെയ്യുക. 1 by n a സ്ക്വയർ. ട്രാൻസിഷൻ എ ടു സി എന്ന് പറയുമ്പോൾ അത് എമിഷൻ ആണല്ലോ നടക്കുന്നത്, എമിറ്റഡ് റേഡിയേഷൻ. ഓക്കെ, അപ്പോൾ എയിലായിരിക്കണം റിലേറ്റീവ്ലി ലോവർ എനർജി സ്റ്റേറ്റ്. അപ്പോൾ അതിൻ്റെ നമ്പർ ആയിരിക്കണം ചെറുത്. അപ്പോൾ 1 by n a സ്ക്വയർ ആണ് താഴെ വരേണ്ടത്, മൈനസ് 1 by n c സ്ക്വയർ. 1 by lambda 2 ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു രണ്ടാമത്തെ ട്രാൻസിഷൻ എന്ന് പറയുന്നത് ജംപ്സ് ഫ്രം ബി ടു സി. സോ 1 by n b സ്ക്വയർ മൈനസ് 1 by n c സ്ക്വയർ. നമുക്ക് വേണ്ടത് എന്താണ്? നമുക്ക് വേണ്ടത് 1 by lambda ഈസ് ഈക്വൽ ടു ആർ ഇൻറ്റു 1 by നമുക്ക് വേണ്ട ട്രാൻസിഷൻ എ ടു ബി ആണ്. എന്ന് വെച്ചാൽ 1 by n a സ്ക്വയർ മൈനസ് 1 by n b സ്ക്വയർ. ഈ കാണുന്ന ക്വാണ്ടിറ്റി, അതായത് ഇത് അവിടെ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് സബ്ട്രാക്ട് ചെയ്താൽ മതി. സബ്ട്രാക്ട് ചെയ്ത് കഴിഞ്ഞാൽ 1 by n a സ്ക്വയർ 1 by n b സ്ക്വയർ ഉണ്ടാവും. ഈ കാണുന്നത് രണ്ടും കൂടെ ക്യാൻസൽ ആകും. സോ ദാറ്റ് മീൻസ് 1 by lambda ഈസ് ഈക്വൽ ടു 1 by lambda 1 മൈനസ് 1 by lambda 2. സോ lambda ഈസ് ഈക്വൽ ടു lambda 1 lambda 2 ഡിവൈഡഡ് ബൈ lambda 2 മൈനസ് lambda 1. ഓക്കെ, ഇതിലേക്ക് വാല്യൂസ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. സോ lambda ഈസ് ഈക്വൽ ടു lambda 1 ഈസ് 2000 into lambda 2 is 6000 divided by 6000 minus 2000 is 4000. So 6 into 2 12 divided by 4 no 3. So this is 3000. Answer will be 3000 angstrom. Three thousand angstrom. So the correct answer here is option 3. Okay, moving on to the next one. Question number 2, 24th January shift 2-le question ആണ്. Arrange the following in the ascending order of wavelength lambda. Microwaves lambda 1, ultraviolet rays lambda 2, infrared rays lambda 3, x-rays lambda 4. Okay, ascending order of wavelength. Choose the most appropriate answer from the options given below. വളരെ ഈസി ആണ്. ഇലക്ട്രോമാഗ്നറ്റിക് സ്പെക്ട്രം എന്ന് പറയുന്നത് ആക്ച്വലി ആറ്റംസിലെ ക്വസ്റ്റ്യൻ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി അല്ല, അത് ഇലക്ട്രോമാഗ്നറ്റിക് വേവ്സിലാണ്. ബട്ട് ഓൾ ദീസ് ആർ കണക്റ്റഡ് ചാപ്റ്റേഴ്സ്. പലതരത്തിലുള്ള കണക്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ അസെൻഡിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത് എന്ന് വെച്ചാൽ ഇൻക്രീസിങ് ഓർഡർ ഓഫ് വേവ് ലെങ്ത്. അപ്പോൾ ഇതിൽ ഏറ്റവും വേവ് ലെങ്ത് കുറഞ്ഞത് എക്സ്റേസ് ആണ്. എക്സ്റേസിന്റെ വേവ് ലെങ്ത് ആണ് ഏറ്റവും കുറവ്. പിന്നെ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ്, മൈക്രോവേവ്സ്. അൾട്രാവയലറ്റ് ആണ് പിന്നെ ഏറ്റവും കുറവ്, പിന്നെ ഇൻഫ്രാറെഡ് ആണ്, പിന്നെ മൈക്രോ ആണ്. സോ അതിന്റെ വേവ് ലെങ്ത് വെച്ച് എഴുതി കഴിഞ്ഞാൽ lambda 4 ലെസ് ദാൻ UV-യുടേത് lambda 2 ലെസ് ദാൻ lambda 3 ലെസ് ദാൻ lambda 1. ഓപ്ഷൻസിൽ വന്നു കഴിഞ്ഞാൽ എല്ലാത്തിലും lambda 3 ഫസ്റ്റ് വരുന്ന ഒഴിവാക്കാം. lambda 4 കഴിഞ്ഞാൽ നെക്സ്റ്റ് lambda 2 വരണം. ഇത് രണ്ടും തെറ്റാണ്. lambda 2, lambda 3, lambda 1. The right answer is option 4. Next question. Number 3, 28th January shift 2-le question ആണ്.
Frequency of revolution of electron in the Bohr orbit varies with n, the principal quantum number as. Okay. Frequency എത്രാമത്തെ ഓർബിറ്റ് ആണ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ ഓഫ് ദ ഓർബിറ്റും തമ്മിലുള്ള റിലേഷൻ ആണ്, അഥവാ പ്രൊപ്പോർഷണൽ ടു വാട്ട്, അതാണ് ചോദിക്കുന്നത്. സോ ഫ്രീക്വൻസി ആണ് ചോദിക്കുന്നത്. ഡയറക്റ്റ് അറിയില്ല എങ്കിൽ ടൈം പീരീഡ് ഈസ് ഈക്വൽ ടു 2πr/v, അഥവാ ഫ്രീക്വൻസി ഈസ് പ്രൊപ്പോർഷണൽ ടു v/r. Now ഈ കാണുന്നതിൽ v പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി പ്രൊപ്പോർഷണൽ ടു z/n എന്ന് നമ്മൾ പറയാം. അതായത് അറ്റോമിക് നമ്പർ ആണ് z, ന്യൂക്ലിയസിന്റെ അറ്റോമിക് നമ്പർ ആണ് z, n എന്ന് പറയുന്നത് പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ. സോ v പ്രൊപ്പോർഷണൽ ടു 1/n ആൻഡ് r പ്രൊപ്പോർഷണൽ ടു n സ്ക്വയർ. r പ്രൊപ്പോർഷണൽ ടു ആക്ച്വലി n സ്ക്വയർ ബൈ z. ഇത് നമുക്ക് അറിഞ്ഞിരിക്കണം. ഓക്കെ, ഇത് നമ്മൾ വളരെ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഈ രണ്ടെണ്ണമാണ്. സോ അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു ഒരു 1/n ഉം പിന്നെ ഒരു n സ്ക്വയർ. സോ ഫ്രീക്വൻസി പ്രൊപ്പോർഷണൽ ടു 1/n³. So options നോക്കിക്കഴിഞ്ഞാൽ you can see that the right answer is option 4. Next question. Given below are two statements. One is labeled as assertion and the other is labeled as reason. Assertion ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. Okay. We're starting with assertion. Now, emission of electrons in photoelectric effect. Photoelectric effect actually dual natural question ആണ്. അത് ഇതിലായിട്ടാണ് അസൈൻ ചെയ്തിട്ടുള്ളത്. Anyway, emission of electrons in photoelectric effect can be suppressed by applying a sufficiently negative electron potential to the photoemissive substance. Okay. ശ്രദ്ധിക്കൂ, നമ്മളൊരു ഫോട്ടോ സെൽ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മൾ ഇവിടെ ഈ പ്ലേസ് ചെയ്യുന്നതാണ് ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസ്, ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് നടക്കുന്ന സബ്സ്റ്റൻസ്. അങ്ങേ എൻഡിൽ ഒരു കളക്ടർ ഉണ്ടാവും. ഇവർക്കിടയിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വോൾട്ടേജ് സോഴ്സും കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ, ഒരു വേരിയബിൾ വോൾട്ടേജ് സോഴ്സ്. ആ വോൾട്ടേജ് നമ്മുടെ സൗകര്യത്തിനനുസരിച്ച് പോസിറ്റീവോ നെഗറ്റീവോ ഒക്കെ ആയിട്ട് കീപ്പ് ചെയ്യാം. അതായത് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻക്രീസ് ചെയ്യാം, അതിൻ്റെ പൊളാരിറ്റി ഇന്റർചേഞ്ച് ചെയ്യാം. ഓക്കെ, നൗ ലൈറ്റ് ഇതാ ഇവിടെ നിന്ന് വരുന്നു, ഇവിടെ നിന്ന് പുറത്തേക്ക് ഇലക്ട്രോൺ എമിറ്റ് ചെയ്യും. ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോണിനെ അട്രാക്ട് ചെയ്യുന്ന തരത്തിലാവണമെങ്കിൽ ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും വരണം. ദാറ്റ് മീൻസ് ദ വോൾട്ടേജ് ദാറ്റ് വി ആർ ഓഫറിങ് ഈസ് ലൈക്ക് ദിസ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇതാ ഈ രീതിയിലാണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ നമ്മൾ വോൾട്ടേജ് ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഗ്രാഫ് നമ്മൾ പറയാറുള്ളത്, നമ്മൾ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ പോസിറ്റീവ്, അതായത് കളക്ടറിൽ പോസിറ്റീവും ഫോട്ടോ സെൻസിറ്റീവ് മെറ്റീരിയൽ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എമിഷൻ ഇൻക്രീസ് ചെയ്യില്ല. എമിറ്റ് ചെയ്യുന്ന അതിനനുസരിച്ചുള്ള ഫോട്ടോ ഇലക്ട്രോൺസിന്റെ എണ്ണം കളക്ടറിൽ റീച്ച് ചെയ്യുന്നത് ഇൻക്രീസ് ചെയ്യും. ഓക്കെ, നൗ അതിന് പകരം നമ്മൾ ഒപ്പോസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന രണ്ട് സൈഡിൽ കൊടുക്കുന്ന വോൾട്ടേജസ് ഇവിടെ നമ്മൾ പോസിറ്റീവും ഇവിടെ നമ്മൾ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ, അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കൊടുത്തു കഴിഞ്ഞാൽ ആ ഇലക്ട്രോൺസിന്റെ എമിഷൻ കുറച്ച്, അല്ലെങ്കിൽ അവിടെ കളക്ടറിലേക്ക് എത്തുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം നമുക്ക് കുറച്ച് കൊണ്ടുവരാനും, അതല്ലെങ്കിൽ അവിടെ നിന്ന് എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ തിരിച്ച് ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസിലേക്ക് തന്നെ തിരിച്ച് അട്രാക്ട് ചെയ്തെടുക്കാനും സാധിക്കും. ഓക്കെ, അപ്പോൾ എമിഷൻ ഓഫ് ഇലക്ട്രോൺസ് ഇൻ ഫോട്ടോ ഇലക്ട്രിക് എഫക്റ്റ് ആണ് സപ്രസ് ചെയ്യാൻ പറ്റും. എങ്ങനെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ എമിറ്റ് ചെയ്യുന്ന ഇലക്ട്രോൺസിനെ പുറത്ത് വരാത്ത തരത്തിൽ ആ ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസിൽ തന്നെ കീപ്പ് ചെയ്യാം ബൈ അപ്ലൈയിങ് എ സഫിഷ്യൻ്റ്ലി നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജ് ഒക്കെ നെഗറ്റീവ് ആണ്. ബട്ട് ആ നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നത് എവിടെയാണ്? നെഗറ്റീവ് നമ്മൾ കൊടുക്കുന്നത് ഈ കളക്ടറിലാണ്. അതായത് ഇവിടെ പോസിറ്റീവും ഇവിടെ നെഗറ്റീവും കീപ്പ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഫോട്ടോ ഇലക്ട്രിക് എമിഷന്റെ അല്ലെങ്കിൽ അവിടെ നിന്ന് പുറത്തു വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം റെഡ്യൂസ് ചെയ്യാൻ സാധിക്കുന്നത്. സോ അപ്ലൈയിങ് എ നെഗറ്റീവ് ഇലക്ട്രോൺ പൊട്ടൻഷ്യൽ ടു ദ ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസ് എന്ന് പറയുന്നിടത്ത് ചെറിയൊരു അബദ്ധം ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. ഓക്കെ, സോ നമ്മൾ കൊടുക്കുന്നത് നെഗറ്റീവ് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ഫൈൻ, അങ്ങനെ കൊടുക്കാം, സപ്രസ്ഡോ ആവാം. സോ സപ്രസ് ചെയ്യാം, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം, കൊടുക്കേണ്ടത് കളക്ടറിനാണ്. ഇനി അതല്ലെങ്കിൽ സപ്രസ് ചെയ്യാം, പോസിറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കാം, കൊടുക്കേണ്ടത് ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസിനാണ്. ഓക്കെ, സോ ഇത് രണ്ടും കൂടെ മാച്ച് ആവുന്നില്ല. പല
ഡിസ്കഷൻസിലും അല്ലെങ്കിൽ പല മെറ്റീരിയലുകളും പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആൻസർ കീയിൽ ഇത് ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ കറക്റ്റ് ആയിട്ടാണ് അവർ വിലയിരുത്തുന്നത്. ബട്ട് ഇൻ മൈ കോൺഷ്യൻസ് എനിക്കത് എന്ത് ചെയ്യാൻ പറ്റില്ല. ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് റൈറ്റ്. അസേഷൻ ഫാൾസ് ആണെന്നാണ് എൻ്റെ അഭിപ്രായം. കാരണം അത് വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് നമ്മൾ ഒരു ഹയർ പൊട്ടൻഷ്യൽ എമിസീവ് സബ്സ്റ്റൻസിൽ കൊടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തു കഴിഞ്ഞാൽ, നെഗറ്റീവ് വോൾട്ടേജ് നമ്മൾ ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസിനാണ് കൊടുക്കുന്നതെങ്കിൽ എമിഷന്റെ അതായത് പുറത്തു വരുന്ന ഇലക്ട്രോൺസിന്റെ എണ്ണം കൂടുകയോ അല്ലെങ്കിൽ അതിനെ കൂടുതൽ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലോ ആണ്, അല്ലാതെ സപ്രസ് ചെയ്യുന്ന തരത്തിലല്ല. അതല്ല ഇനി സപ്രസ് ചെയ്യാണ് നെഗറ്റീവ് വോൾട്ടേജ് ആണ് കൊടുക്കേണ്ടതെങ്കിൽ കൊടുക്കേണ്ടത് ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസിനല്ല, പകരം കളക്ടറിനാണ്. കളക്ടർ അല്ല ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസ്. അത് വളരെ വ്യക്തമായിട്ടുള്ള കാര്യമാണ്. സോ ഇൻ മൈ ഒപ്പീനിയൻ ദാറ്റ് അസേഷൻ ഈസ് റോങ്. അടുത്തത്, അതോടുകൂടി നമ്മൾ ആൻസർ തീരുമാനമാകും. അസേഷൻ ഫാൾസ്. ഇനി റീസൺ കൂടെ നോക്കാം. റീസൺ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇഫ് a negative electric potential which stops the emission of electrons from the surface of a photoemissive substance varies linearly with the frequency of incident radiation. Okay, നമ്മൾ കൊടുക്കുന്ന വോൾട്ടേജും ഫ്രീക്വൻസിയും തമ്മിലുള്ള സപ്രസ് ചെയ്യാതെ which stops the emission, the negative potential, electric potential which stops the emission of electrons from the surface of a photoemissive substance varies linearly with the frequency of incident radiation. So ഇവിടെ ഓക്കെ ആണ്, കാരണം ഇവിടെ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുക്കുന്നത് എവിടെയാന്ന് പറഞ്ഞില്ല. നെഗറ്റീവ് ഇലക്ട്രിക് പൊട്ടൻഷ്യൽ ഞാൻ മാർക്ക് ചെയ്ത് കാണിക്കാം. Negative electric potential which stops the emission of electrons from the surface of a photoemissive substance. അതായത് നമ്മൾ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്ത് എമിഷൻ സ്റ്റോപ്പ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആ നെഗറ്റീവ് പൊട്ടൻഷ്യൽ എവിടെയാണ് കൊടുക്കുന്നത്? അത് കളക്ടറിലാണ് കൊടുക്കേണ്ടത്. ഓക്കെ, വേരീസ് ലീനിയർലി വിത്ത് ഫ്രീക്വൻസി ഓഫ് ഇൻസിഡന്റ് റേഡിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ സാധാരണ പറയുന്ന ഒരു കാര്യമാണ്. അതായത് h nu is equal to work function പ്ലസ് മാക്സിമം കൈനറ്റിക് എനർജി എന്നതിന് ഈ V0 എന്ന് കൊടുക്കാം. ഈ V0 എന്ന് പറയുന്നതാണ് സ്റ്റോപ്പിംഗ് പൊട്ടൻഷ്യൽ, നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവ് പൊട്ടൻഷ്യൽ. ഓക്കെ, സോ ഈ V0 എന്നുള്ളത് ലെഫ്റ്റ് സൈഡിൽ വെച്ച് കഴിഞ്ഞാൽ ഈ V0 is equal to h nu minus work function. V0 is equal to h by e nu minus work function divided by e. സോ നമ്മൾ ലീനിയർ റിലേഷൻഷിപ്പ് ആണ് y equal to mx പ്ലസ് സി. ഈ കാണുന്നതാണ് സ്ലോപ്പ്. സോ ലീനിയർ റിലേഷൻഷിപ്പ് ആണ് എന്ന് പറയുന്നത് അത് വളരെ ശരിയായിട്ടൊരു കാര്യമാണ്. സോ റീസൺ ഈസ് കറക്റ്റ്. ഈ റീസൺ കറക്റ്റ് ആണ്. ഓക്കെ, സോ ഇൻ മൈ ഒപ്പീനിയൻ ദ റൈറ്റ് ആൻസർ ഈസ് അസേഷൻ ഈസ് ഫാൾസ്, റീസൺ ഈസ് ട്രൂ. റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 1. നിങ്ങൾ മറ്റു പല സ്ഥലങ്ങളിലും ഇതിന്റെ കീ ഇങ്ങനെയല്ല കൊടുത്തുള്ളൂ. ഈവൻ NTA കീ അടക്കം ഐ തിങ്ക് ദാറ്റ് ഇസ് റോങ്. ഓക്കെ, വളരെ എവിഡൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് മറ്റുള്ളവർ ഇതിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു കീ അസേഷനെ ട്രൂ ആയിട്ട് എന്തുകൊണ്ട് എടുത്തു, എക്സ്പ്ലനേഷൻ എന്തായാലും അല്ല, ട്രൂ ആയിട്ട് എന്തുകൊണ്ട് എടുത്തു എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ടുള്ള കാര്യമല്ല. ഓൾറൈറ്റ്, മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ നമ്പർ ഓഫ് സ്പെക്ട്രൽ ലൈൻസ് എമിറ്റഡ് ബൈ അറ്റോമിക് ഹൈഡ്രജൻ ഇൻ ദ 4th എനർജി ലെവൽ. സോ n equal to 4 നിന്നാണ് എങ്കിൽ എത്ര സ്പെക്ട്രൽ ലൈൻസ് ഉണ്ടാവും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ മാത്സ് പഠിക്കുന്ന ആൾക്കാർക്ക് അതിനെ ഫിസിക്സിന്റെ വഴിയിൽ നിന്ന് മാറ്റിയിട്ട് മാത്സിന്റെ വഴിയിൽ നോക്കാവുന്നതാണ്. 1 2 3 4. ഇവിടെ ഇരിക്കുന്ന ഒരു ഇലക്ട്രോൺ, ആ ഇലക്ട്രോണിന് എത്ര കോമ്പിനേഷൻസ് പോസിബിൾ ആണ്? അതായത് 4ൽ നിന്ന് 1ലേക്ക് വരാം, 4ൽ നിന്ന് 3 2 1 3 പോസിബിലിറ്റീസ് ഉണ്ട്. അത് കഴിഞ്ഞ ശേഷം 3ൽ നിന്ന് 2ലേക്കും 2ൽ നിന്ന് 1ലേക്കും വരാം, 3ൽ നിന്ന് 1ലേക്ക് ഡയറക്റ്റ് വരാം. സോ ഇങ്ങനെയുള്ള ഒരുപാട് പോസിബിലിറ്റീസ് ഉണ്ട്. സോ അവിടെ എന്ത് മാത്രമേ കൺസിഡർ ഉള്ളൂ? n equal to 4ലാണ് ഇലക്ട്രോൺ ഉള്ളത്, n equal to 1 വരെ. സോ n equal to 1, n equal to 2, n equal to 3, n equal to 4. 4 ലെവൽസ് ഉണ്ട്. ആ 4 ലെവൽസിന്റെ ഇടയിൽ വാട്ട് ആർ ദ ഡിഫറെന്റ് പോസിബിൾ കോമ്പിനേഷൻസ്? ഓക്കെ, രണ്ടെണ്ണത്തിന്റെ എത്ര കോമ്പിനേഷൻസ് ഉണ്ട് എന്നെടുത്താൽ മതി. സോ 4c2 which is 4 into 3 divided by 1 into 2, that is 12 by 2 6. So that is the right answer. ആ 6 എണ്ണമാണ് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ളത്. ഓക്കെ, 3ഉം ഇങ്ങനെ ഒരു 3. നെക്സ്റ്റ്, ഐ തിങ്ക് ദാറ്റ്സ് ദ എൻഡ് ഓഫ് ദ ഡിസ്കഷൻ. ഇതിൽ ആൻസർ കീയുമായി ബന്ധപ്പെടുത്തി എനിക്ക് ഒരു വിയോജിപ്പുള്ളത് ആക്ച്വലി നമ്മൾ ആ പറഞ്ഞ അസേഷൻ റീസൺ സ്റ്റേറ്റ്മെന്റിലാണ്. ഇൻ മൈ ഒപ്പീനിയൻ നെഗറ്റീവ് പൊട്ടൻഷ്യൽ കൊടുത്തിട്ട് നമ്മൾ സപ്രസ് ചെയ്യണമെങ്കിൽ ആ നെഗറ്റീവ് കൊടുക്കേണ്ട ഫോട്ടോ എമിസീവ് സബ്സ്റ്റൻസിനല്ല, കളക്ടറിനാണ്. ഓക്കെ, സോ ഇതാണ് ആറ്റംസിൽ നിന്ന് ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ഇതിന്റെ തുടർച്ചയായിക്കൊണ്ട് തന്നെ ന്യൂക്ലിയർ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നോക്കാം. ന്യൂക്ലിയർ ഫിസിക്സ്.
അതിൽ നിന്ന് ക്വസ്റ്റ്യൻസിൻ്റെ എണ്ണം അതിലും കുറവാണ്. Let's see. A radioactive nucleus N2 has 3 times the decay constant as compared to the decay constant of another radioactive nucleus N1. രണ്ട് ന്യൂക്ലിയസുകളുടെ decay കോൺസ്റ്റന്റുകളുടെ റേഷ്യോ വന്നിട്ടുണ്ട് 3 times എന്ന് പറഞ്ഞിട്ടുണ്ട്. Okay. If initial number of both nuclei are the same, what is the ratio of the number of nuclei of N2 to the number of nuclei of N1 after 1 half life of N1? സോ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിൽ ഈ റേഷ്യോ 3 times അല്ലെങ്കിൽ അങ്ങനെയൊക്കെ തന്ന് ഒന്നിൻ്റെ ഒരു ഹാഫ് ലൈഫ് കഴിയുമ്പോൾ മറ്റേത് എത്ര, ആക്ച്വലി ഇത് റേഡിയോ ആക്റ്റീവ് ലോ ഓഫ് റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്ന ആ ഭാഗവുമായി കണക്റ്റഡ് ആണ്. ഹാഫ് ലൈഫും കാര്യങ്ങളൊക്കെ അവിടെയാണ് വരുന്നത്. അത് ഡെലീറ്റഡ് ടോപ്പിക് ആണെന്നാണ് പറഞ്ഞിരുന്നത്. ബട്ട് അവിടെ നിന്ന് ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്, നമ്മൾ മറ്റു പല സ്ഥലത്തും കണ്ടിട്ടുണ്ട്, കുറച്ചൊക്കെ ഡെലീറ്റഡ് ടോപ്പിക്കിലേക്ക് കടന്നിട്ടും ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. രണ്ടാമതൊരു കാര്യം, എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭയങ്കരമായിട്ട് മിസ്റ്റേക്സ് വരാൻ സാധ്യതയുള്ളൊരു ഒരു ഒരു ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഞാൻ ആക്ച്വലി വളരെ കെയർഫുൾ ആയിട്ട് മാത്രമേ ഇത് ചെയ്യാറുള്ളൂ. നമ്മളിത് പറഞ്ഞിട്ടിരിക്കുന്ന രണ്ട് കാര്യങ്ങൾ, റേഡിയോ ഓഫ് ന്യൂക്ലിയസ് N1, ആദ്യം N2നെ പറ്റിയാണ് പറഞ്ഞില്ല, പിന്നെ N1. ഓക്കെ, സോ ഞാൻ 2 കോളം ആക്കുന്നു, N1 N2. പിന്നെ വളരെ കെയർഫുൾ ആയിട്ട് റേഡിയോ ആക്റ്റീവ് ന്യൂക്ലിയസ് N2 ഹാസ് 3 times the decay constant as compared to the decay constant of another radioactive nucleus N1. So ഇതിന്റെ decay constant ലാംഡ ആണെങ്കിൽ ഇതിന്റെ 3 ലാംഡയാണ്. Now ഇനി T ഹാഫിന്റെ റിലേഷൻ നമുക്കറിയാം, T ഹാഫ് ഈസ് ഈക്വൽ ടു log 2 ഡിവൈഡഡ് ബൈ ലാംഡ. ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. അതിന്റെ അർത്ഥം ഇതിന്റെ ഹാഫ് ലൈഫ് T ആണെങ്കിൽ ഇതിന്റെ ഹാഫ് ലൈഫ് 3T ആണ്. T ഹാഫ്. ഓക്കെ, ഇൻവേഴ്സ് റിലേഷൻഷിപ്പ് ആണ്. സോ ഡിക്കേ കോൺസ്റ്റന്റ് കൂടുതലാണെങ്കിൽ ഹാഫ് ലൈഫ് കുറവായിരിക്കും. ഇനി ഇഫ് ഇനീഷ്യൽ നമ്പർ ഓഫ് ബോത്ത് ന്യൂക്ലിയർ ആർ ദ സെയിം, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഓഫ് N2 ടു ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഓഫ് N1 ആഫ്റ്റർ 1 ഹാഫ് ലൈഫ് ഓഫ് N1? ഇതിന്റെ ഒരു ഹാഫ് ലൈഫ് 1 ഹാഫ് ലൈഫ് ഓഫ് N1, ഇതിന്റെ ഒരു ഹാഫ് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സോ ലെറ്റ്സ് സേ N0 ആണ് ഇനീഷ്യലി ഉള്ളത്, ഒരു ഹാഫ് ലൈഫ് കംപ്ലീറ്റ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഇത് ബിക്കം N0/2. ഓക്കെ, ഒരു ഹാഫ് ലൈഫ്. അതേസമയം അത് 3T ആണ് ടൈം. അപ്പോൾ മറ്റേ ആൾക്ക് എത്ര ഹാഫ് ലൈഫ്സ് കഴിഞ്ഞിട്ടുണ്ടാവും? N2ന് 3 ഹാഫ് ലൈഫ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. 1, 2, 3. N0/2/4/8. സോ ദിസ് വിൽ ബി N0/8. ഇനി വൺസ് അഗെയിൻ ഏതിന്റെ റേഷ്യോ ഏതിനെ ആയിട്ടാണ് ചോദിച്ചിട്ടുള്ളത്? ഓക്കെ, വാട്ട് ഈസ് ദ റേഷ്യോ ഓഫ് ദ നമ്പർ ഓഫ് ന്യൂക്ലിയർ ഓഫ് N2 to the number of nuclei of N1. So ചോദിച്ചിരിക്കുന്നത് N0/8 divided by N0/2 which is equal to 1/4. സോ ഇതിൽ ഒന്ന് അങ്ങോട്ടോ പോയി കഴിഞ്ഞാൽ നമുക്ക് 1/4 കിട്ടുന്നതിന് വരെ 4 കിട്ടും. ഓക്കെ, സോ ആ ഓപ്ഷൻ ഡെഫിനറ്റ്ലി ഇത് അവിടെ കാണുന്നുണ്ട് 4. അപ്പോൾ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് എന്നെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഭയങ്കര മിസ്റ്റേക്സ്, നമ്മൾ ചെറിയൊരു അശ്രദ്ധ മതി മിസ്റ്റേക്സ് വരും. അതുകൊണ്ട് ഞാനത് 2 കോളമായിട്ട് എല്ലാ വേരിയബിൾസും കറക്റ്റായിട്ട് എഴുതിയിട്ട് മാത്രമേ ചെയ്യാറുള്ളൂ. അങ്ങനെ മിസ്റ്റേക്സ് വരുന്ന ആളുകളുണ്ടെങ്കിൽ ഇതേ തരത്തിലുള്ള നിങ്ങൾ തന്നെ നിങ്ങളുടെ മെത്തേഡ്സ് കണ്ടുപിടിക്കുക. നമുക്ക് പറ്റാൻ സാധ്യതയുള്ള, എല്ലാവർക്കും ഒരുപോലെ ആവണമെന്നില്ല. ചില ആൾക്കാർ ഈ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് വളരെ കാഷ്വൽ ആയിട്ട് വളരെ ഈസി ആയിട്ട് ചെയ്തു പോയേക്കാം. ഈസി ആയിട്ടൊരു ക്വസ്റ്റ്യനും ആണ്, ബട്ട് ഈ ഒരു വേർഡിങ്സ് വളരെ കൃത്യമായി ശ്രദ്ധിച്ചില്ല എങ്കിൽ നമുക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻസർ കിട്ടാനുള്ള സാധ്യതയും വളരെ കൂടുതലാണ്. സോ ഞാൻ അങ്ങനെ ഫീൽ ചെയ്യുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ ഈ എനിക്ക് മിസ്റ്റേക്സ് വരാതിരിക്കാൻ വേണ്ടി ഈ തരത്തിൽ കോളം വരച്ചിട്ടാണ് ഞാനത് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടേതായ മെത്തേഡ്സ് കണ്ടുപിടിക്കാവുന്നതാണ്. അതല്ലെങ്കിൽ ഞാൻ ഈ പറയുന്നത് പോലെ ഫോളോ ചെയ്യാവുന്നതാണ് ഇങ്ങനത്തെ ഈ ടൈപ്പ് ഓഫ് മിസ്റ്റേക്സ് വരുന്ന ആളുകളാണെങ്കിൽ. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഹിയർ ഈസ് ഓപ്ഷൻ 4. അടുത്ത ക്വസ്റ്റ്യൻ, given below are 2 statements. One is labeled as assertion and reason. Okay, assertion പറയുന്നത് the binding energy per nucleon is found to be practically independent of the atomic number A for a nuclei with mass numbers between 30 and 170. 13 to 170 ഇടയിൽ binding energy per nucleon remains almost independent of the mass number or atomic number. Atomic number പറയാം, mass number പറയാം, no issues. Okay, so that means the assertion is correct. അത് നമ്മൾ സ്ഥിരം പറയുന്ന ഒരു കാര്യമാണ്. So assertion is right. രണ്ടാമത്തത് റീസൺ ഇവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. റീസൺ, ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ലോങ് റേഞ്ച്. അത്രയേ ഉള്ളൂ റീസൺ. ഇവിടുന്ന് അങ്ങോട്ട് ഇൻ ദ ലൈറ്റ് ഓഫ് ബാക്കി സാധനങ്ങളാണ്. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സ് ഈസ് ലോങ് റേഞ്ച് എന്ന് പറയുന്ന അട്ടർ നോൺസെൻസ് ആണ്, ഇൻകറക്റ്റ് ആണ് റീസൺ. ഓക്കെ, ന്യൂക്ലിയർ ഫോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് നമ്മൾ പറയുന്ന കാര്യമാണ് ഇറ്റ്സ് എ വെരി ഷോർട്ട് റേഞ്ച് ഫോഴ്സ്.
ഫെർമി ലെവലിൽ ന്യൂക്ലിയസിന്റെ സൈസിന്റെ ലെവലിൽ മാത്രമേ അത് ആക്ട് ചെയ്യുന്നുള്ളൂ. അതുകൊണ്ടാണ് നമ്മളെ യൂണിവേഴ്സ് ഇങ്ങനെ എക്സിസ്റ്റ് ചെയ്യുന്നത്. അല്ലെങ്കിൽ എല്ലാം ലോങ് റേഞ്ച് ആണ് സ്ട്രോങ് ഫോഴ്സ് എന്നുണ്ടെങ്കിൽ പറയുന്ന എല്ലാം കൂടെ ഒരു ഉണ്ടയായിട്ട് മാറിയേനെ. ഓക്കെ, സോ assertion is true but reason is false. The right answer is option 1. Question number 3. Choose the correct nuclear process from the below options. P proton and neutron. E minus is electron. E plus is positron. Nu neutrino. Nu bar antineutrino. ഓക്കെ, എല്ലാത്തിലും ന്യൂട്രോൺ എന്താകുന്നു എന്നാണ്. സോ നമുക്കറിയാം ബീറ്റ മൈനസ് ഡി കെയിലാണ് ന്യൂട്രോൺ ഒരു പ്രോട്ടോണും ഒരു ഇലക്ട്രോണും പ്ലസ് ആൻറ്റി ന്യൂട്രിനോ ഇങ്ങനെ ഉണ്ടാവുക. ഇലക്ട്രോണിൻ്റെ കൂടെ ആൻറ്റി ന്യൂട്രിനോ, പോസിട്രോണിൻ്റെ കൂടെയാണ് ന്യൂട്രിനോ. ഓക്കെ, സോ ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോസിട്രോൺ ആണ് ഇവിടെ വരുന്നത്, തെറ്റ്. ഇലക്ട്രോണ് അതൊക്കെ, ബട്ട് ഇവിടെ ന്യൂട്രിനോണ് തെറ്റ്. പോസിട്രോൺ ആണ് തെറ്റ്. പ്രോട്ടോണ്, ഇലക്ട്രോണ്, ആൻറ്റി ന്യൂട്രിനോ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ 4. യെസ്, ദാറ്റ്സ് എൻഡ് ഓഫ് ദി ഡിസ്കഷൻ. അതായത് ഒരു 5 ക്വസ്റ്റ്യൻസ് ആണ് ആറ്റംസിൽ നിന്ന്, 3 ക്വസ്റ്റ്യൻസ് ന്യൂക്ലിയർ എന്നും കൂടെ. ടോട്ടൽ 8 ക്വസ്റ്റ്യൻസ് ആണ് ഈ 2 ചാപ്റ്റേഴ്സ് എന്ന് വന്നുള്ളത്. അതിലും കൂടുതൽ ക്വസ്റ്റ്യൻസ് ഡ്യുവൽ നാച്ചറിൽ നിന്ന് ആക്ച്വലി ചോദിച്ചിട്ടുണ്ട്. എന്നിരുന്നാലും വളരെ ചെറിയ ചാപ്റ്ററുകളായതുകൊണ്ട് ഈ ചാപ്റ്റേഴ്സ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. സെഷൻ 2 പോകുന്ന സമയത്ത് ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾ നിർബന്ധമായിട്ടും വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ടാകണം. വിഷ് യു ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.